നമസ്കാരം. മാനിഫെസ്റ്റിംഗ് നോളജിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ SCERT ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലത്തെ സോഷ്യൽ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് എന്താണ് ജനാധിപത്യം എന്നതാണ്. ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. എന്താണ് ജനാധിപത്യം? ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തെയാണ് നമ്മളെന്ന് പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണ്? ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലാണെങ്കിൽ എന്താണ്? മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ അത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തും, നഗരപ്രദേശങ്ങളിലാണെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ്. ഓക്കെ, അടുത്തത് നോക്കിക്കോളൂ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞതാരാണ്? അത് എബ്രഹാം ലിങ്കൺ ആണ്. നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്. ഡെമോക്രസി ഈസ് ദ ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞതാരാണ്? അത് എബ്രഹാം ലിങ്കൺ ആണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണമെന്നതാണ് എന്ന് പറഞ്ഞതാരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ സങ്കല്പം എന്താണ്? അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ടാണ്. പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. എവിടെയാണ്? പുരാതന ഗ്രീസിലെ ഏഥൻസിലാണ് ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ല എങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏഥൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ UK ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. ഏതൊക്കെ കാര്യങ്ങളാണ് ഇംഗ്ലണ്ടിൽ നിന്ന് രൂപം കൊണ്ടത്? തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നിവ രൂപം കൊണ്ടത് എവിടെ നിന്നാണ്? അത് ഇംഗ്ലണ്ടിൽ നിന്നാണ് എന്നോർക്കുക. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ്. ഡെമോസ് എന്നാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം. ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നാണ് അർത്ഥം. ഡെമോസ് എന്ന് പറയുന്നതും ക്രാറ്റോസ് എന്ന് പറയുന്നതുമായിട്ടുള്ള 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന് പറയുന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഡെമോക്രസി എന്ന വാക്കിൻ്റെ മീനിങ് എന്താണ്? അത് ജനങ്ങളുടെ അധികാരം എന്നാണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഗ്രാമസഭകൾ എന്നാണ്. ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ എന്ത് പേരിൽ അറിയപ്പെടുന്നു? വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. നഗരങ്ങളിൽ വാർഡ് സഭകൾ എന്നാണ്. 18 വയസ്സായിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട എല്ലാ ജനങ്ങളും എന്താണ്? ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. അടുത്തത് നോക്കിക്കോളൂ. ജനങ്ങളെ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാവുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാവുന്ന ഭരണവ്യവസ്ഥയാണ് പ്രത്യക്ഷ ജനാധിപത്യം. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. എവിടെയാണ്? തിരുവനന്തപുരമാണ്. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. ഏതൊക്കെയാണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലും
ശ്രീമൂലം പ്രജാസഭയും തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭയുമാണ് കേരള നിയമസഭയുടെ വഴികാട്ടികൾ. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27-നായിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു. ഏത് ദിവസമാണ് നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത്? ഏപ്രിൽ 27-നാണ്. അതേപോലെ തന്നെ ആദ്യ സമ്മേളനം എന്നാണ് നടന്നത്? 1957 ഏപ്രിൽ 27-നാണ് എന്ന് ഓർക്കാം. ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ നിയമസഭയിൽ എങ്ങനെയാണ്? നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയെപ്പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. അടുത്തത് നോക്കിക്കോളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. ആരാണ് പരമാധികാരി? ജനങ്ങളാണ് ജനാധിപത്യ സംവിധാനത്തിൽ പരമാധികാരി. സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പായിരിക്കും ജനാധിപത്യ രാജ്യങ്ങളിൽ നടപ്പാക്കുക. സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പായിരിക്കും നടപ്പാക്കുക. ഗവൺമെൻറ്റിൻ്റെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷമുണ്ടായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷം ജനാധിപത്യ രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കും. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യമായ ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച ഉണ്ടായിരിക്കും. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. ബ്രിട്ടനിൽ നിന്നാണ് റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച ഉണ്ടായിരിക്കും ജനാധിപത്യ രാജ്യങ്ങളിൽ. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വാതന്ത്ര്യ വാർത്താമാധ്യമങ്ങൾ ഉണ്ടായിരിക്കും. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയുണ്ടായിരിക്കും. നീതിന്യായ വ്യവസ്ഥ എങ്ങനെയുള്ളതായിരിക്കും? സ്വതന്ത്രമായിരിക്കും, അതേപോലെ തന്നെ നിഷ്പക്ഷവുമായിരിക്കും. ഒരു പക്ഷവും ചേർന്ന് പ്രവർത്തിക്കുന്നത് ആയിരിക്കില്ല. അടുത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും, നിശ്ചിത പ്രായം എന്ന് പറഞ്ഞാൽ എത്ര വയസ്സാണ്? 18 വയസ്സാണ് അല്ലേ? 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ എത്ര വയസ്സാണ്? ഇപ്പോൾ 18 വയസ്സായവർക്ക് വോട്ട് ചെയ്യാം. അടുത്തത് നോക്കിക്കോളൂ. തിരഞ്ഞെടുപ്പുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് നമ്മളെന്ത് പറയുന്നത്? തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു. ഓരോ തിരഞ്ഞെടുപ്പിലല്ലേ ഓരോ ഗവൺമെൻറ് മാറി മാറി വരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇതൊക്കെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങളായിട്ട് പരിഗണിക്കാവുന്നവ. അടുത്തത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വാതന്ത്ര്യവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയായിട്ട് വരുന്നത്. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. എത്ര അംഗങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്? 3 അംഗങ്ങളാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്ലസ് 2 അംഗങ്ങളാണുള്ളത്. ഇവരെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. അടുത്തത് തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യഘട്ടമാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു, പിന്നീട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കുന്നു, പിന്നീട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു, പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുന്നു, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കൊടുക്കുന്നു, തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നു, വോട്ടെടുപ്പ്, പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇത്രയും പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി നോക്കൂ, കുടുംബങ്ങളിൽ എങ്ങനെയാണ് ജനാധിപത്യം പ്രായോഗികമാകുന്നത്?
എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബങ്ങളിൽ പ്രായോഗികമാകുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്? കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം സാധ്യമാകുന്നത്. ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനുമപ്പുറം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ജനാധിപത്യം പുലർത്തേണ്ടതുണ്ട്. ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതകളാണ്. കൂടാതെ തുല്യ പദവി, തുല്യ അവസരം, വിഭവങ്ങൾക്ക് മേലുള്ള തുല്യമായ അവകാശം എന്നീ സാഹചര്യങ്ങൾ കൂടി അനുഭവവേദ്യമാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇതോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ക്ലാസ്സുകളായിട്ട് വീണ്ടും കാണാം.